അങ്ങനെ നമ്മുടെ ടോളസ്റ്റ് ഫലൂഡ റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അടുത്തത് ഇത് അലിയും ബേക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഫുഡ് ഫോർ പീപ്പിൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ഇന്നൊരു അടിപൊളി ഫലൂഡ ഉണ്ടാക്കും. വെറും ഫലൂഡയല്ല, വേൾഡ്സ് ടോളസ്റ്റ് ഫലൂഡ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആപ്പിള്. അപ്പോൾ നമ്മൾ ഫലൂഡ കഴിക്കുമ്പോൾ ഈ തോലൊക്കെ തടയാണ്ടിരിക്കാനായിട്ട് നമുക്ക് തോലെടുത്ത് മാറ്റാം. ശരിയല്ലേ? വേഗം കട്ട്. ശരിക്കും നമ്മൾ വളരെ ചെറിയ പീസായിട്ടാണ് ആപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തിന്നാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും അല്ലേ? നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ ആപ്പിളിലേക്ക് എടുത്തിട്ട് ഒന്ന് ഈ പഞ്ചസാര ലായനി, അതായത് ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് എടുത്ത് വെക്കാം കുറച്ച് നേരം. അടുത്ത് നമുക്ക് മാതളങ്ങ അടിപൊളിയായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മാതളങ്ങൻ്റെ നെട്ടി കണ്ടില്ലേ? നെട്ടിന് നേരെ ഓപ്പോസിറ്റ് അടിഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ ജോയിൻറ്റുകൾ കാണും. അപ്പോൾ 4 ജോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ ഇട്ടു. അതിന് ശേഷം പൊളിക്കാൻ പോവുക. എന്താ ഇതിങ്ങനെ പൊളിച്ചും കണ്ടിങ്ങനെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ സാധനം ഉണ്ടാവും, അതിനടുത്ത് കളയാം. എന്നിട്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് എടുക്കാം. വെറുതെ അധികം നമ്മൾ സമയമൊന്നും ഇതിനു വേണ്ടി വേസ്റ്റ് ആക്കേണ്ട ഒരു കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി നടക്കും. അപ്പോൾ അടുത്ത് നമുക്ക് ഈ ആപ്രിക്കോട്ട് കട്ട് ചെയ്യാം. ഇത് ഉണങ്ങിയ സംഭവമുള്ള ശരിയല്ലേ? ഇതുപോലെ നമുക്ക് മുഴുവനും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. ആപ്പിൾ ഓവർലോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആപ്രിക്കോട്ട് മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉണങ്ങിയതാണ് ഈ കിവി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യണില്ല, ഇത് കട്ട് ചെയ്യാണ്ട് തന്നെ ഇടാം. കാണാൻ നല്ല രസമുണ്ട്, വെറുതെ കട്ട് ചെയ്ത് കയറി വരുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി നമുക്ക് വേണമെങ്കിൽ 2 പീസാക്കി ഇടാം. നല്ല ചന്തമുണ്ടല്ലേ ഇത് കാണാൻ? ഒറിജിനൽ സ്ട്രോബെറി പോലെ ഉണ്ടല്ലേ? അതെ, ഒറിജിനൽ സ്ട്രോബെറി ഡ്രൈ ആക്കിയത് ജെല്ലി വിചാരിച്ചൊക്കെ. അത്തിപ്പഴം കട്ട് ചെയ്യാല്ലേ? കട്ട് ചെയ്തോ. അപ്പോൾ നമ്മൾ ഡ്രൈ അത്തിപ്പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എന്നാൽ മാങ്ങ കട്ടിയിട്ടെ. പഴമല്ല, ഇത് ഉണക്കിയ മാങ്ങാപ്പഴമാണ് അല്ലേ? തന്നെ. അപ്പോൾ നമുക്ക് ഈ മാങ്ങാപ്പഴം കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഉണങ്ങിയ മാങ്ങ ആയതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് കട്ടി കൂടുതൽ. ഇതൊക്കെ കൂടെ ഒന്നിങ്ങനെ വെച്ചും കണ്ട് ഇപ്പോൾ സെറ്റായി. അപ്പോൾ നമുക്ക് ഉണങ്ങിയ കാരക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് നടുക്കായിട്ട് അങ്ങനെ
മുറിക്കുക. എന്നിട്ട് ഇതിന് കുരു എടുത്തിട്ട് പിന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നല്ല ഹാർഡുള്ള സാധനം, നല്ല ഉണങ്ങിയതല്ലേ, അതുകൊണ്ട് ഇതാ എന്നിട്ടിങ്ങനെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നീ റൗണ്ടായിട്ട് എടുത്ത് ചെയ്യില്ലേ? ഞാൻ നീളത്തിൽ നീളത്തിലെടുത്ത് അപ്പോൾ ഫുഡ് ഫോർ ഇപ്പോൾ ടോളസ്റ്റ് ഫലൂഡയുടെ ഗ്ലാസ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വല എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് അക്വേറിയാണെന്നൊന്നും വിചാരിക്കേണ്ട, നമ്മുടെ ഗ്ലാസ് ആണിത്. ഫുഡ് ഫോർ ഇപ്പോഴത്തെ ഫലൂഡയുടെ ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം അല്ലേ? അപ്പോൾ ഗ്ലാസ്സിൽ ആദ്യമായിട്ട് റോസ് സിറപ്പ്, ഇതാ റോസ് സിറപ്പ് അങ്ങനെ ഒഴിച്ചു കൊടുക്കല്ലേ സുല്ലേ? ഗ്ലാസ്സിലേക്ക് ആയിട്ട് ഒഴിക്കല്ലേ. അപ്പോൾ സേമിയ നമ്മൾ ഈ റോസ് സിറപ്പിൻ്റെ മേലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സേമിയ നമുക്ക് ഇട്ട് കൊടുക്കുക. അയ്യോ പൊളിച്ച് നമുക്കിതിങ്ങനെ സൈഡിലൊക്കെ എല്ലാവിടെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം, ഗ്ലാസ് പൊട്ടാണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ സേമിയ ഇട്ട ശേഷം ഈ റോസ് സിറപ്പ് നമുക്ക് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പാലും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെയിനായ ഐസ്ക്രീം അതിന് മുന്നേ നമുക്ക് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം. അപ്പോൾ ഈ ഐസ്ക്രീം നമുക്ക് അങ്ങോട്ട് ഇതിലിട്ട് കൊടുക്കുക. പൊളിച്ച്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് സിറപ്പിലിട്ട് വെച്ച ഫ്രൂട്ട്സ് അങ്ങോട്ട് എടുത്തിടാം. ആപ്പിള് എന്നിട്ട് അതൊന്നും ഇങ്ങനെ എടുത്തിട്ടോ. അയ്യോ ഇപ്പോൾ ഇതിൻ്റെ സിറപ്പില്ലാണ്ട് വെറും ആപ്പിൾ മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ആപ്പിൾ ഇട്ടതിന് ശേഷം ഈ മാതളങ്ങ പോഗ്രനൈറ്റ്, അടുത്തത് ഇതാ കസ്കസ്, ഇനി നമ്മുടെ ഉള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ എടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ചന്തത്തിന് കാണാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇതാ ഡ്രൈ ആപ്രിക്കോട്ട്, ഡ്രൈ അത്തിപ്പഴം, ഡ്രൈ മാങ്ങ വിടാം. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. അടുത്ത അത്തിപ്പഴം, ഉണക്ക മാങ്ങ, പൊളിക്കും സാധനം. അപ്പോൾ അടുത്തത് അണ്ടിപ്പരിപ്പ്, കശുവണ്ടിയില്ലേ, പിന്നെ അതുപോലെ ബദാം. ബദാം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അല്ലേ സുല്ലേ? അതെ, അതിട്ടാൽ മതി. പിന്നെ ഉണക്കമുന്തിരി. അടുത്തത് വ്യത്യസ്തമായ ഫ്രൂട്ട് ജെല്ലി. ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് മഞ്ഞൻ്റെ അപ്പോൾ ഇതാ ഉണക്ക സ്ട്രോബെറി, ഡ്രൈ ബ്ലൂബെറി. സംഭവം ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടല്ലേ, പക്ഷെ അത് ബ്ലൂ ആണ്. ഉണങ്ങിപ്പോയില്ലേ? ഡാർക്ക് ബ്ലൂ ആണുള്ളത്. അപ്പോൾ അടുത്തത് കാരക്ക, ഡ്രൈ കാരക്കാണ് സംഭവം. അതിനുശേഷം നമുക്ക് പിസ്ത, ഈ അടുത്ത ലെയർ കൂടെ നമുക്ക് ഈ സേമിയ അങ്ങോട്ട് നിറയ്ക്കാം.
ഗ്രീൻ ആപ്പിളിൻ്റെ പൾപ്പ്. കുറേ വാരി നോക്കിയിട്ട് കിട്ടിയില്ല, പൊട്ടിയിട്ട് എങ്ങനെ കിട്ടുകയെ. ഐസ്ക്രീം. അപ്പോൾ അത് ഐസ്ക്രീം അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ, ശരിയാ. അപ്പോൾ അടുത്ത് ഈ ഐസ്ക്രീമിൻ്റെ മുകളിൽ നമ്മൾ ഇടുന്നത് ഇതാ ജെല്ലി ക്രിസ്റ്റൽസ് ആണ്. ഇതാണ്ടാ ജെല്ലി. അപ്പോൾ ഇതൊക്കെ ഫലൂഡേൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണല്ലോ അതുപോലെ. അതെ. ആഹാ എന്താ കളറില്ലേ. അപ്പോൾ നമ്മൾ സഹിച്ച് പിടിക്കണം. ജെല്ലൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകേണ്ട ഉള്ളിൽ അല്ലേ, എവിടേക്കാന്ന് അറിയില്ല. ജെല്ലി ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ഐസ്ക്രീം പൊന്തി വരണ്ട. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൽ കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പൊടിച്ചതാണ്. അപ്പോൾ ഈ കോൺഫ്ലെക്സ് അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം ഇവിടെ നിന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി ചൈന ഗ്രാസ് ഉണ്ട്, ചൈന ഗ്രാസ് ജെല്ലി. അപ്പോൾ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. സംഭവം പൊളിച്ച്. പാല് കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിൽ. ഇറങ്ങി പോകണ്ടോ സുൽഫി? പോകണ്ട. ഇപ്പം നിറഞ്ഞാ മുന്നിട്ട പോലെ തന്നെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആപ്പിൾ ഇട്ടതിന് നമുക്ക് കുറച്ച് പോം ഗ്രനൈറ്റ് കൊടുക്കാം. പോം ഗ്രനൈറ്റ്, കുറച്ച് ബദാം ഇട്ട് കൊടുക്കുക, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കസ്കസ്, കുറച്ച് ഉണക്കമുന്തിരി, സ്ട്രോബെറി, കുറച്ച് മാങ്ങ, ഉണക്കമാങ്ങ, കിവി, കുറച്ച് ചെറി, ഫ്രൂട്ട് ജെല്ലി, എന്താണ് കാരക്ക, അത്തിപ്പഴം, മച്ചാനത് പോരാളിയാ. എന്തല്ലേ ഫുള്ളായി മാക്സിമം. ഐസ്ക്രീം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓ ഐസ്ക്രീം നോക്ക് പോരുന്നേ. വേഫ്സ് വെച്ചാലോ? സെറ്റ് സാധനം. അങ്ങനെ നമ്മുടെ ടോളസ്റ്റ് ഫലൂഡ റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്തത് ഇത് അലിയുമ്പോഴേക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് എടുക്കാം. ആദ്യം നമുക്ക് ഈ വേഫിൾസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം. സുഖല്ലേ, തുടങ്ങിക്കോ. ഒഴുകാൻ തുടങ്ങി. അത് നമുക്ക് ഐസ്ക്രീം എടുത്ത് കൊടുക്കാം അല്ലേ? അയ്യോ, ആഹാ നന്നായി കലക്കിക്കോ. ഒരു പിടിയാണ് പിടിക്കാം അല്ലേ. എന്നാ അയ്യോ, ഇതിലില്ലാത്ത സാധനമില്ല. അടുത്തെടുക്ക്. ഇത് ഏകദേശം ഒരു 10 ആൾ കഴിക്കാമല്ലോ സുഖല്ലേ? അയ്യേ കൂടുതൽ
ബാക്കി ഇനിയും കൊടുല്ലേ? 8 ലിറ്ററുണ്ട് സാധനം. 8 ലിറ്ററുണ്ട്. അതെ, നീ അത് 8ാമത്തെ വർഷം പറയുന്നില്ല. അപ്പോൾ നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ ഫലൂഡ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണ്. പക്ഷെ എന്താണ് ചെറിയൊരു ഇത് പറഞ്ഞാൽ എനിക്ക് അതിൽ മൊത്തം ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹം. പക്ഷെ ഇത്രയും പിള്ളേർ വന്നതുകൊണ്ട് അവർക്കൊക്കെ നമ്മളെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വീതിച്ചു കൊടുത്തു. അങ്ങനെയല്ല, സുഹൈൽ തന്നില്ല നമുക്ക്. സുഹൈൽ ബൗളിലാക്കി കൊടുത്താൽ മതി പറഞ്ഞു. അതാണ്, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് എടുത്തേനെ. അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇനി. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. വരുന്നില്ല, കലങ്ങിയില്ല. വരുന്നില്ല. കടിച്ചു തിന്നടാ, അത് കടിച്ചു തിന്നടാ. കിവി ആടിൻ്റെ ഉള്ളില്. അടിപൊളി. അല്ല, അത് അടിപൊളിയായിരിക്കും. മറ്റേ സാധനത്തിന്റെ കാര്യം പറ. അതിന് വേഫർ അടിപൊളി. അത് ബാക്കി പറ. ഇത് പോരാളിയാ, അടിപൊളി, സൂപ്പർ. സംഭവം എന്താ മാസായി ചേട്ടാ, ഒന്നും പറയില്ല. നമ്മുടെ ചെക്കനൊക്കെ നല്ല ബുക്കാണ് ഇവിടെ. പറയണമെന്നില്ല, ഞാൻ തീർത്തിട്ട് ബാക്കി പറയാം. ധരിച്ച് എങ്ങനെയുണ്ടാ? സംഭവം അടിപൊളി, ഒന്നും പറയില്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എങ്ങനെയാണ് അതിൻ്റെ ഫീലിങ്സ് പറ, അതിൻ്റെ ടേസ്റ്റിൻ്റെ ഫീലിങ്സ് എങ്ങനെയാണ്? ടേസ്റ്റിൻ്റെ ഫീലിങ്സ് പറഞ്ഞാൽ എല്ലാം ഉണ്ടല്ലോ ഇല്ലേ? ഇല്ലാത്ത സാധനം ഇല്ല അല്ലേ? ഇല്ലാത്ത സാധനങ്ങളില്ല, ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് തോന്നുന്നില്ല. പെർഫെക്റ്റ്. ഒരു സ്പൂണിൽ എടുക്കുമ്പോൾ എന്തൊക്കെ വായി വരുന്നുണ്ട്? സേമിയ വരുന്നുണ്ട്, പിന്നെ കിവി വരുന്നുണ്ട്, കോൺഫ്ലെക്സ് വരുന്നുണ്ട്, ആപ്പിൾ വരുന്നുണ്ട്, എന്താ അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഒരു സ്പൂണിലെല്ലാം നമുക്ക് ഇത്ര കിട്ടണമെങ്കിൽ അപ്പോൾ ആവശ്യമില്ലേ? വലിയ സ്പൂണെങ്കിൽ എന്താ എല്ലാം കിട്ടിയത്? സ്പൂൺ ചെറുതായി പോയി, അതാണ് ഇപ്പം എൻ്റെ സങ്കടം. ആ വലിയ സ്പൂൺ എടുത്ത് തന്നൂടെ? പറയുമ്പോൾ എന്താ അടിപൊളിയുണ്ട്. ജനവാട്ട ഇതിൽ ഇനി എത്ര പേർക്ക് കുടിക്കാം? ഇതിപ്പോൾ 5 പേർക്ക് ഇത്ര കഴിഞ്ഞില്ലേ? 10 പേർക്ക്, 15 പേർക്ക്, 20 പേര്, 22 പേർക്ക് കഴിക്കാം. ഭൂലോകത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. ഏട്ടൻ അതിന് അപ്പുറത്തപ്പുറത്ത് ഇന്ന് റോസ്റ്റ് ചെയ്തോണ്ടിരിക്കല്ലേ. കണ്ടാൽ മനസ്സിലാവും ചിലപ്പോൾ അല്ലേ? കഴിഞ്ഞൊരു വീഡിയോ കഴിഞ്ഞൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കത്തെ കണ്ണാപ്പി കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫലൂഡ, അപ്പോൾ അത് നമ്മളെ പേരിലാണ് സുഹൈലേ, വേറെ ആരും നമ്മൾ കണ്ടിട്ടില്ല ഉണ്ടാക്കിയത്. എന്താ ധനിഷേ? ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ഞാൻ കഴിച്ചവിടെയൊക്കെ ഗ്ലാസ് ഇത്രേ ഉള്ളൂ. ഇതാണ് ഏറ്റവും വലുത്. നമ്മുടെ ഒരു പരീക്ഷണം അടിപൊളിയായി സക്സസ് ആയിട്ട് ഇതാ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ആകാശം നോക്കിയിട്ടില്ലേ? ഏറ്റവും വലിയ ഫലൂഡ അല്ലേ? അതെ. അപ്പൊ ഇപ്പോ ഏറ്റവും വലുത് നമ്മുടെ പേരിലാണ്. ഇനി മാറാതിരിക്കാം. സംഭവം എത്ര മീറ്റർ ഉണ്ട് സുഹൈലേ? ഇത് 46 സെന്റിമീറ്റർ ഉള്ള ഒരു ഫലൂഡ. 8 ലിറ്റർ ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കാണ് എനേബിൾ ചെയ്താൽ നമ്മൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരു തകർപ്പൻ അടിപൊളി കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.